മുത്തുമണികളെ കണ്ടോളി ഇന്നെൻ്റെ നാട്ടിലെ ചുള്ളിക്കോട് എന്ന നാട് കൊച്ചു ഗ്രാമം നല്ല സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കഴിയുക. ഇനിയും അങ്ങനെ കഴിയട്ടെ. നബിദിനത്തിൻ്റെ സുബഹി മുതൽ നബിദിന റാലി ഫുൾ വീഡിയോ എല്ലാവരും കാണിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ്. സുബൈക്ക് മൗലൂദ് ചെല്ലാൻ വേണ്ടി നമ്മൾ വന്ന് നല്ല മഴയാണ്, നോക്കിയിട്ട് കാര്യമില്ല മുത്തുമണികളെ. അങ്ങനെ നമ്മൾ പള്ളിയിലേക്ക് കയറി മൗലൂദ് അങ്ങ് തുടങ്ങിയിട്ടുണ്ടേ. sallallahu alayhi wasallam ulidal habib wa khattuhu mutawajjidu wan nur min wajnatihi yatawakkalu ya qawmi salli ala nabi muhammadi munjil khalaiq min jahannam fi ghadi അങ്ങനെ മുത്തുമണിയുടെ മൗലിക കഴിഞ്ഞു. നിങ്ങൾക്ക് ഉച്ചയ്ക്കുള്ള ഫുഡും കാര്യമൊക്കെ സെറ്റാക്കി കൊടുക്കുക. സുബൈക്ക് പൊറാട്ടയും കോഴിക്കടയൊക്കെ ഉണ്ടായി മുത്തുമണികളെ. ഉച്ചയ്ക്കുള്ള ബിരിയാണി, ബീഫ് ബിരിയാണിയാണ് മുത്തുമണികളെ സെറ്റാക്കി കൊടുക്കുകയാണ്. ഉച്ചത്തിന് മൗലികവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതാ നമ്മൾ റുസ്റ്റാക്കാം മുത്തുമണി. അതാ ചോറൊക്കെ തീമിട്ട് 4-5 ചെമ്പ് ചുല്ലോട്ടാർക്ക് മുഴുവൻ തിന്നാനുള്ള ചോറുണ്ട് എല്ലാത്തിനും. പിന്നെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം വരെ നമ്മളോടൊപ്പം നബിദിന പരിപാടിക്കും അതിൻ്റെ മുന്നേ എല്ലാ കൊല്ലത്തിനും മുന്നുള്ള പരിപാടിക്കൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ കബറിനടി കിടക്കുന്നത്. നാളെ നമ്മളെ അവസ്ഥ തന്നെ. ഇന്നലെ നാളെ നമ്മൾ ഇതേപോലെ കിടക്കേണ്ടി വരും മുത്തുമണിയുടെ. അപ്പോൾ അടുത്ത കൊല്ലം ആരൊക്കെ നമുക്ക് റബീലുവിനൊപ്പം നമ്മൾ കൂടെ ഈ പരിപാടിയിൽ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ഏതായാലും ഇവരോടൊക്കെ കബർ വിശാലം നൽകട്ടെ, ഇവർക്ക് കബറിൽ സന്തോഷം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിയുന്നവർക്ക് ഒരു ഫാത്തിഹ തരും മുത്തുമണികളെ. പിന്നെ ഇതാ പതാക സെക്രട്ടറി അബ്ദുള്ള മൗലവി അവர்களാണ്. അതിന് ആദരം ക്ഷണിക്കുകയാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. പതാക ഉയർത്തലൊക്കെ കഴിഞ്ഞ് എല്ലാവരും പള്ളിക്ക് തടിച്ചു കൂടിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ റാലി സ്റ്റാർട്ടാക്കും. അപ്പോൾ റാലിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ കൊടുക്കുന്നു. ഫുൾ കണ്ടോളി മുത്തുമണി നഷ്ടമുണ്ടാവില്ല. തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് നബിദിന റാലി മിസ്ബാഹുദ്ദീൻ ഹയർ സെക്കൻഡറി മദ്രസ ചുള്ളിക്കൂട്, അതാണ് നമ്മളെ മദ്രസയുടെ പേര്. ഇവരൊക്കെ രാജമണിക്കെല്ലാം മമ്മൂട്ടിനാതിരിക്കുന്നു. സംഘത്തിൻ്റെയും അകമ്പടിയോടുകൂടെ ഈ വഴിക്കാരെ ധന്യമാക്കിക്കൊണ്ട് ഇതുവഴി കടന്നു വരുന്നത്. കാരണന്മാർ മുന്നിലായിട്ടും കുട്ടികൾ വേക്കിലായിട്ടും അങ്ങനെ ഓരോ രീതിയിൽ തന്നെ നല്ല നൽകി അടിപൊളി ഭാഷ നല്ല വൃത്തിയിലും ഐക്യത്തിലും പോകുന്നുണ്ട്. ഇതേപോലെ എന്നും ഇതേപോലെ പോട്ടെ. കുട്ടികളെ കീസൊക്കെ നിറഞ്ഞിട്ടോ മുത്തുമണികളെ. മുട്ടായി നമ്മുടെ നാട്ടിലുള്ള സ്വീകരണത്തിന് ഒട്ടും കമ്മിയില്ല. ഒരു 10-350 വീടുള്ളൊരു കൊച്ചു ഗ്രാമമാണ്. നല്ല ഐക്യത്തിലും നല്ല സ്നേഹത്തിലും പോകേണ്ട ഒരു നാടാണ് മുത്തുമണി. എന്നും അതേപോലെ പോട്ടെ. ഹൈന്ദവ സഹോദരങ്ങളൊക്കെ സ്വീകരണവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളതിൽ. പിന്നെ ഫസ്റ്റ് സ്വീകരണ സ്ഥലത്തെത്തിയിട്ട് മുത്തുമണികളെ നോട്ടുമാലൊക്കെ കൊടുക്കണതാ തൊപ്പിട്ടേക്ക്. മാഷാ അല്ലാഹ് ഓരോരുത്തരായിട്ട് നോട്ടുമാലയും കാഷ് പ്രൈസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇതാ വേറൊരു വയസ്സായ ഒരു പ്രായമുള്ള കാക്കത പൈസ കൊടുക്കണതാ. കണ്ടോളി അതല്ലേ. ഇവർക്കൊക്കെ അള്ളാഹു ദീർഘായുസ്സ് നൽകട്ടെ. കാശ് കൊടുക്കണം, ബിസ്മില്ലി കൊടുക്കണതാ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ.
പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1500-ാം ജന്മദിനം ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുകയാണ് മുത്തുമകളെ. ഇനിയാണ് നമ്മളെ ലാസ്റ്റ് ചുള്ളിക്കോട്. ഈ റാലി നമ്മൾ ലാസ്റ്റ് തീരുന്നല്ല, നമ്മൾ ഒരു ചുള്ളിക്കോടിൻ്റെ അവസാന സ്ഥലം ചുണ്ടത്തിച്ചോല എന്ന സ്ഥലം, അവിടേക്ക് ഇങ്ങനെ പോയോണ്ട് നിൽക്കുകയാണ്. അവിടെ നമ്മൾ തിരിക്കും. നമ്മൾ ചുള്ളിക്കോടിൻ്റെ അവസാന സ്ഥലം ചോല എന്ന സ്ഥലം. ഇവിടെ സ്വീകരണതാ, ഇതാണ് നമ്മളെ ചുണ്ടച്ചോല എന്നുള്ള സ്വീകരണം കൊടുക്കുന്നതാ. പായസം കൊടുക്കണ്ടേ? പായസം 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 കുടിച്ചിട്ട് വിത്തൗട്ടോ 10 മണി കുട്ടികളൊക്കെ എല്ലാവരും. പിന്നെ അവിടുന്ന് അറുവാനമുട്ട് ചാട്ടാക്കി. ഈ അറുവാനമുട്ടിൽ നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യങ്ങൾ എന്താണ്? ഇന്ന് ഓണം. പക്ഷെ ഇതിൽ ഓണം കഴിച്ച 3 ഹൈന്ദവ സഹോദരന്മാരുണ്ട് കട്ടക്ക് നമ്മളെ കൂടെ. ഒരു സോമേട്ടൻ, ഒരു വിനേട്ടൻ, ഒരു സുരേഷ് ബാബുവേട്ടൻ. അവർക്കൊക്കെ ദീർഘായുസ് നൽകട്ടെ. അവരെ സന്തോഷം അവർ എന്നും ഇതേപോലെ എല്ലാവരും ഐക്യത്തിൽ കഴിയട്ടെ പ്രാർത്ഥിക്കുന്നു. ചിന്തി അടർക്കളം തീർപ്പക തീർക്കുവാൻ ബദറിലെ കുഫിറുകളെ ചിലമ്പൊലി ചാട്ടുളി കൊമ്പ് കൊളിർക്കത് ഓർക്കുന്നു അജപത് പുറപ്പെടുന്നേ. ചിന്തി അടർക്കളം തീർപ്പക തീർക്കുവാൻ ബദറിലെ കുഫിറുകളെ. നമ്മുടെ നാട്ടിലെ കാരന്മാരുടെ ഈ തരക്കത്ത ചോപ്പൂടിയിലെ ആൾ ഇവിടെ കബറിക്കുന്ന ആളാണ്. അതെല്ലാം നോക്കണ്ട, ആള് കബറിന് കുടിച്ച് ചവിട്ടി താത്തും. അല്ലാതെ പ്രപഞ്ചഭാഗ്യ പ്രഭചൊരിയാൻ പ്രകാശദീനിൻ മലർവരവായി. അങ്ങനെ പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്ത് ബ്രദേഴ്സ് സ്റ്റോർ ചുള്ളിക്കോട്, അതിന്റെ മുന്നിലാണ് അടുത്ത പരിപാടി. ഓല വക മുട്ടായി ഉണ്ട്, പല വക പരിപാടികളൊക്കെ ഉണ്ട്. കഴിഞ്ഞിട്ടുണ്ട് ഫുഡ്. നമ്മൾ അടുത്ത സ്ഥലത്ത് കണ്ടോളി മുട്ടുകളെ പരിപാടി കണ്ടോളേ. അപ്പൊ ഇവിടുന്ന് ഇതാ വെള്ളം കൊടുക്കുന്നുണ്ട്, മുട്ടായി കൊടുക്കുന്നുണ്ട്, പായസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മുത്തുകളെ. ഇതിപോലെ ഈ കുണ്ടന്മാർ വക കേട്ടോ, ഈ കാണുന്ന ചെറുപ്പക്കാർ വകയാണ്. അവർക്കൊക്കെ ദീർഘായുസ് ആർക്കുന്നുണ്ട്. ദാഹം മാറ്റുള്ള കുപ്പിയുള്ള ഒരു വെറൈറ്റി ഇനം ഫ്രൂട്ടിയാണ്. ഇതാണ് നമ്മളെ ജാഫർ മാഷ്. മാഷാകെ മുട്ടായി ആട്ടോ. അപ്പോൾ ദീർഘായുസ് മുട്ടായിനോട്. പിന്നെ നമുക്ക് അടുത്ത സ്ഥലത്ത് കൊടുക്കണേ. അടുത്ത പാക്കറ്റ് മുട്ടായികൾ പല ഇനം പരിപാടികളാണ്. ഇതൊക്കെ ഓരോ ടീംസ് ആട്ടോ, ഓരോ ചെക്കന്മാരെ കമ്പനിയും ഓരോ കൂട്ടായ്മന്റെ വകയാണ് സംഗതികൾ കൊടുക്കണം. ഓരോ മീറ്ററിലാണ് ഇവിടെ സ്വീകരണം. അത് വല്ലാത്ത അങ്ങനെ പോയിട്ടാണ് അടുത്ത സ്ഥലത്ത് ഇങ്ങനെ പോയിട്ടാണ് മുത്തുമണികളെ. അടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ കണ്ടോളി. ഇനി അടുത്ത സ്ഥലം എത്തുന്നതിന് മുമ്പ് അടുത്ത ആൾക്കാർ നമ്മളെ കാത്തിക്കണേ സ്വീകരണത്തിന് വേണ്ടി. ഒരു പഫ്സ് ഒക്കെ കൊടുക്കുന്നത് പാക്കറ്റൊക്കെ ഉണ്ടോ ഇവര് ഈ കാണുന്ന ആൾക്കാർ. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ മുത്തുമണികളാണ്. ഇവർക്കൊക്കെ അല്ലാഹു ദീർഘായുസ്സൽ കണ്ട ആഫിയത്തിൽ കണ്ട വില വകയാണ്. ഈ കാണുന്ന ഇത്ര ആൾക്കാരെ വകയാണ് പെപ്സ്. എത്ര ആൾക്കാർ നമ്മളെ റാലിക്ക് വേറില്ല വില നിലമുത്തുമണി ഒന്നും ഇതേപോലെ നില കെട്ടെന്ന് പ്രാർത്ഥിക്കണം. പിന്നെ മുത്തുമണി ഒരു ഹൈന്ദവ സഹോദരനാണ് നാടുകുട്ടിയേട്ടന്റെ വകയാണ് മുട്ടായി. പിന്നെ നമ്മൾ അങ്ങാടിയിൽ ഓരോരുത്തരിങ്ങനെ നോക്കിയിട്ട് പരിപാടി കാണാനുമുള്ള ആൾക്കാർ നമ്മളെ റാലി. അങ്ങനെ മുത്തുമണി അടുത്ത സ്ഥലം കോളനിപ്പടി, ചുള്ളിക്കോട് കോളനിപ്പടി സർജാസ് നഗറിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മളെ വാവുട്ടിയാണ് ഇക്കൊല്ലത്തെ ഫുൾ പരിപാടിന്റെ ഇതിന്റെ സംഘാടകൻ. അങ്ങനെ കയറി പോകുന്നു ആണ്. ഇവിടെ സ്വീകരണം ആവട്ടോ, ഞാൻ പറഞ്ഞില്ലേ ഫുൾ സ്വീകരണം. മീറ്ററിൽ സ്വീകരണമാണ് മുത്തുമണികളെ. ഇവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നും ഐക്യം നിലനിൽക്കട്ടെ. സ്നേഹത്തിലും ചുള്ളിക്കോട്ടാരും എല്ലാ നാട്ടുകാരും കഴിയട്ടെ മുത്തുമണികളെ.
പിന്നെ ഇവരൊക്കെ നമ്മളെ നാട്ടിലെ മുതിർന്ന കാരന്മാരുടെ ഇവർക്കൊക്കെ ദീർഘായുസും ആർക്കും നൽകട്ടെ. ഇവരൊക്കെയാണ് നമ്മളത് നബിദിനം മുമ്പ് കാലത്തെ കൊണ്ടുവരുന്നത്. ഒരുപാട് ആൾക്കാർ നമ്മൾ പറഞ്ഞല്ലോ മരണപ്പെട്ടു പോയി കബറിന്റെ ഇടയിൽ കിടക്കുകയാണ്. നമ്മൾ ആദ്യം കാണിച്ചല്ലോ. ഇതേപോലെ കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ നമ്മളെ കൂടെ ഇതുപോലെ ഉണ്ടായിരുന്നു. അവരൊക്കെ കബറിന്റെ അടിയിലാണ് മുത്തുമണികളെ. അള്ളാഹു അവർക്ക് കബർ സ്വർഗ്ഗം പൊങ്ങാനാക്കും. ഇവർ അടുത്ത സ്വീകരണത്തിന് ഒരു കാത്തുക്കാണ്. അടുത്ത സ്വീകരണത്തിന് ഒരു കാത്തുക്കാണ്. ഒരു മുട്ടായി കൊടുക്കാനുള്ള പരിപാടിയിലാണ്. നമ്മളെ അടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ചുള്ളിക്കോട് CSMക്ക് പോയിട്ടുണ്ട്. അതിന്റെ ഇടയിലാണ് അവരെ വക മുട്ടായി കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ CSMക്കിൽ എത്തിട്ടോ. കണ്ടോളി ഇവിടുന്ന് നമുക്ക് സ്വീകരണം അതാ കൊടുക്കണം. പാക്കറ്റ് അതിൽ എന്തൊക്കെയുള്ള നമുക്കറിയില്ല. ഏതായാലും സംഗതി മോശമൊന്നുമില്ല. പാക്കറ്റ് നിറച്ച് സാധനമുണ്ട്. പല ഇന്ന സാധനങ്ങൾ എല്ലാத்தைയും തിന്ന് കൊയങ്ങൊന്നും ചുള്ളിക്കോട്ടെ. ഈ ചോപ്പ് ഷർട്ടിട്ട ആൾ ഹൈന്ദവ സഹോദരനാണ് ശ്രീധരേട്ടൻ. അവർക്കും ദീർഘായുസ് നൽകട്ടെ. അവരൊക്കെ ജോലിയിൽ ബർക്കത്ത് ചെയ്യട്ടെ. അവരൊക്കെ വക മുട്ടായിയാണ് കൊടുക്കുന്നത്. അതൊക്കെ അവരെ സ്വന്തം വകയാണ്. അവസരം കൂടിയാണ്. അദ്ദേഹം നമ്മിൽ നിന്ന് വിട പറഞ്ഞു. ഈ ഒരു മാസത്തിൽ തന്നെ അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകി റബ്ബിന്റെ റഹ്മത്തിലേക്ക് പോയിരിക്കുകയാണ്. അല്ലാഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലം യലിദ് അങ്ങനെ കഴിഞ്ഞ് മുത്തുമണി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയെടുക്കാണ്. മുത്തുമണിയുടെ അടുത്ത സ്ഥലത്തേക്ക് പോയെടുക്കണം. അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് നമ്മൾ പോയെടുക്കുന്നത്. അടുത്ത സ്വീകരണം വീണ്ടും എത്തി. ചുള്ളിക്കോട് സ്രാമ്പിക്കൽ സ്കൂളിലെ താഴെയുള്ള സ്രാമ്പിയാണിത്. ഇന്നിവിടെ ഫസ്റ്റ് ഒന്ന് സ്രാമ്പി കേട്ടോ. അതിൻ്റെ താഴെ അവിടെ നിന്ന് സ്വീകരണം. എല്ലായിടത്തും സ്വീകരണം മുത്തുമണിയുടെ ഒക്കെ വരുന്ന ആൾക്കാർ പോയിട്ട് ഇനി അവസാന സ്ഥലത്തേക്ക് ഇനി നമ്മൾ പോകുന്നത് അവസാന സ്ഥലത്തേക്കുള്ള യാത്രയാണ്. അതായത് നമ്മൾ ഈ റാലി അവസാനിക്കുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള പരിപാടികളാണ്. അതിൻ്റെ ഇടയിൽ ഒരു സ്വീകരണമുണ്ട് നമുക്കുണ്ട്. വീണ്ടും അവസാന സ്ഥലത്ത് ഒരു സ്വീകരണമുണ്ട്. അതുകൊണ്ട് നമ്മളെ നബിദിന പരിപാടി അങ്ങോട്ട് ഫിനിഷ് ആവും. അടുത്ത സ്വീകരണ സ്ഥലത്തെത്തി. സ്കൂളിൻ്റെ അടുത്ത് നമ്മൾ CCU ക്ലബിൻ്റെ വകയാണ്. നമ്മൾ റസാഖ് മോരാളും ബീരാമുട്ടി മോരാളും ഇട്ടാണ് മറ്റേത്. കണ്ടില്ലേ ഈ ഹോട്ടലിൻ്റെ മുകളിൽ CCU ക്ലബ്ബുണ്ട്. ഇവരെ വകേണ്ടതാണ് ഈ കാണുന്ന ചെറുപ്പക്കാർ. ഇവർക്ക് അല്ലാഹു ദീർഘായുസ് നൽകട്ടെ. ഇവരെ വകയാണ് ഇവിടുത്തെ മിഠായും ഐസും കാര്യമൊക്കെ ഇപ്പം നിൽക്കണോ മാരി കൊരി കൊടുക്കുക. നല്ല ഈമ്പാൻ പറ്റിയ ഐസ്. ഇവരെ കണ്ട് ഓട്ടർഷേ പോകും. ബളുന്തി നടക്കാനാണ് വെച്ചിട്ട് നമുക്ക് മുട്ടായി തരുന്നത്. അങ്ങനെ ഇത് കഴിഞ്ഞ് മുതലാണ് അവസാന സ്ഥലത്തേക്ക് ചുള്ളിക്കോട് അങ്ങനെ നടന്നു പോകാൻ മുത്തുകളെ. കോറിൻ്റെ അതിലിങ്ങനെ പോയിട്ട് നെല്ലിക്കുന്ന എന്ന സ്ഥലമാണ് നമ്മളത് അവസാനിക്കുന്ന സ്ഥലം. നബിദിന പരിപാടിൻ്റെ ഇത് അവസാനിക്കൂടെ നമ്മൾ വൈബങ്ങ് നബിദിന വൈബിൻ്റെ വീഡിയോ അങ്ങ് ഫിനിഷാണ് മുത്തുകളെ. അപ്പം നമുക്ക് അടുത്ത വിളിച്ച് വേണം. അങ്ങനെ നടന്നു പോകണം. ഓരോരുത്തരും നടന്നു പോകണം. സ്കൂളിൽ അങ്ങനെ പോയി ആടാ കോറിൻ്റെ അർക്കത്തെത്തി അങ്ങനെ പോവുകയാണ് മുത്തുകളെ. പോവുകയാണ്. ഇതാണ് അവസാന സ്വീകരണ സ്ഥലത്തേക്ക് നമ്മൾ നടന്നു പോവുകയാണ്. പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ മാത്രം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ നമ്മോട് ആർക്കും ബുദ്ധിമുട്ടിടാൻ പാടില്ല മുത്തുമണികളെ. നടന്ന് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മളെ അവസാന സ്ഥലത്തിൻ്റെ കുറച്ച് മുമ്പായിട്ടുള്ള സ്ഥലം. ഇവിടുന്ന് സ്വീകരിച്ചാണ് അവസാന സ്ഥലത്തുള്ള പുതിയ നെല്ലിക്കുന്ന് കൊണ്ട് ഇപ്പോഴത്തെ ഒരു വർഷമായിട്ട് കേട്ടോ. ഇവിടെയാണ് നമ്മൾ അവസാന സ്ഥലം. ഇവിടെ നിന്ന് നമുക്ക് മിഠായിണ്ട്, പായസം, എല്ലാവിധ സപ്പോർട്ടുണ്ട്. ഇതോടെ നമ്മൾ ഇവിടുന്ന് ഫിനിഷ് ആകും. ഈ ദഫ് കഴിഞ്ഞോടെ നമ്മൾ ഇവിടുന്ന് പിരിയും മുത്തുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വിളിച്ച് കാണാം. ഓക്കെ, ഗുഡ് ബൈ. കണ്ടവർക്ക് എല്ലാവർക്കും താങ്ക് യു എന്ന് അറിയിക്കണം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വിളിച്ച് കാണാം മുത്തുമണിയുടെ. ഓക്കെ, ഈ ദഫ് കണ്ടോളൂ. ഇതോടെ നമ്മൾ വീഡിയോ ഒന്ന് അവസാനിക്കുകയാണ്.